അന്താരാഷ്ട്ര തലത്തിൽ ഭാരതത്തിന്റെ നിലപാടുകളെ പരസ്യമായി വെല്ലുവിളിക്കുകയും ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് മേൽ 500% വരെ നികുതി ചുമത്തി ഭാരതത്തെ സാമ്പത്തികമായി തകർക്കണമെന്ന് വാദിക്കുകയും ചെയ്ത കടുത്ത ഇന്ത്യ വിരുദ്ധനായ ഒരു അമേരിക്കൻ സായിപ്പിന്റെ ദുരൂഹമായ മരണവാർത്തയാണ് ഇപ്പോൾ അമേരിക്കയിൽ നിന്നും പുറത്തു വരുന്നത്. അമേരിക്കൻ വൈറ്റ് ഹൗസിനെ നിയന്ത്രിക്കുന്നതിൽ നിർണായക പങ്കുവഹിച്ച സാക്ഷാൽ ഡൊണാൾഡ് ട്രംപിന്റെ ഏറ്റവും അടുത്ത വിശ്വസ്തനും റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ മുതിർന്ന സെനറ്ററുമായ ലിൻസെ ഗ്രഹാം അന്തരിച്ചു. വാഷിംഗ്ടൺ DC-യിലെ ക്യാപിറ്റൽ ഹില്ലിലുള്ള വസതിയിൽ വെച്ച് പെട്ടെന്നുണ്ടായ നെഞ്ചുവേദനയെ തുടർന്നായിരുന്നു അന്ത്യം. മെഡിക്കൽ റിപ്പോർട്ടുകൾ പ്രകാരം അയോട്ടിക് ഡിസഷൻ അഥവാ ഹൃദയ ധമനിയിലുണ്ടായിരുന്ന കീറലാണ് മരണകാരണം എന്ന് പറയുമ്പോഴും ഈ മരണത്തിന് പിന്നിൽ അന്താരാഷ്ട്ര തലത്തിൽ വലിയ വലിയ ദുരൂഹതകളാണ് ചർച്ചയാകുന്നത്. കാരണം മരണത്തിന് തൊട്ടു തലേദിവസം വരെ ഉക്രൈനിൽ അതീവ രഹസ്യമായ തന്ത്രപരമായ ചർച്ചകളൊക്കെ നടത്തി മടങ്ങിയെത്തിയതേ ഉണ്ടായിരുന്നുള്ളൂ ഇദ്ദേഹം. അമേരിക്കയിലെ നിഴൽ ഭരണകൂടം എന്ന് വിളിക്കപ്പെടുന്ന ഡീപ് സ്റ്റേറ്റ് ഗ്രൂപ്പുകളുമായി അടുത്ത ബന്ധമുണ്ടായിരുന്ന ലിൻസെ ഗ്രഹാമിന്റെ പെട്ടെന്നുള്ള മരണം കേവലം ഒരു യാദൃശ്ചികതയാണോ? ഭാരതത്തെ തകർക്കാൻ നോക്കിയ സാമ്രാജ്യത്വ ബുദ്ധികൾക്ക് ആഗോളതലത്തിൽ സംഭവിക്കുന്ന പതനത്തിന്റെ തുടക്കമാണോ ഇത്? കൃത്യമായ ഡാറ്റകളുടെയും അന്താരാഷ്ട്ര നയതന്ത്രങ്ങളുടെയും അടിസ്ഥാനത്തിൽ നമുക്കിതൊന്ന് വിശദമായി തന്നെ വിശകലനം ചെയ്യാം. ഒരു രാജ്യത്തിന്റെ പരമാധികാരത്തെയും സാമ്പത്തിക വളർച്ചയെയും വെല്ലുവിളിക്കാൻ നോക്കിയാൽ ഒടുവിൽ ആഗോള രാഷ്ട്രീയത്തിൽ അവർക്ക് എങ്ങനെയുള്ള തിരിച്ചടികളാണ് നേരിടേണ്ടി വരിക? അതൊക്കെ പോട്ടെ, എന്തായാലും ആരാണ് ഈ ലിൻസെ ഗ്രഹാം എന്നും ഇയാൾക്ക് നമ്മുടെ ഭാരതത്തോട്, ഇന്ത്യയോട് ഇത്രയധികം വിരോധം ഉണ്ടാകാനുള്ള കാരണം എന്താണെന്നും നമ്മളൊന്ന് ആദ്യം തന്നെ മനസ്സിലാക്കിയേക്കാം. US സെനറ്റിലെ ഇന്ത്യ കോക്കസ് എന്ന ഔദ്യോഗിക ഗ്രൂപ്പിന്റെ ചെയർമാൻ കൂടിയായിരുന്നു ഇദ്ദേഹം. അതായത് ഇന്ത്യ US ബന്ധങ്ങൾ മികച്ച രീതിയിൽ കൊണ്ടുപോകാൻ ഉത്തരവാദിത്തപ്പെട്ട വ്യക്തി. തുടക്കത്തിൽ ഇന്ത്യയുമായി നല്ല രീതിയിൽ സഹകരിച്ച ഇയാൾ ഭാരതം സ്വന്തം കാലിൽ നിൽക്കാൻ തുടങ്ങിയതോടെ കടുത്ത ഇന്ത്യ വിമർശകനായി മാറി. അമേരിക്കയുടെ ആജ്ഞകൾക്ക് മുന്നിൽ തലകുനിക്കാത്ത, സ്വന്തം രാജ്യത്തിന്റെ താല്പര്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന ഇന്നത്തെ നവഭാരതത്തിന്റെ നയങ്ങൾ ഉൾക്കൊള്ളാൻ ഈ പഴയ സാമ്രാജ്യത്വ ചിന്താഗതിക്കാരന് കഴിഞ്ഞിരുന്നില്ല. അമേരിക്ക പറയുന്നത് പോലെ മാത്രം കേൾക്കുന്ന ഒരു കീഴാള രാജ്യമായി ഇന്ത്യയെ കാണാനാണ് ഇയാൾ ആഗ്രഹിച്ചത്. എന്നാൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഭാരതം സ്വന്തം വിദേശ നയം ആഗോളതലത്തിൽ ഉയർത്തിപ്പിടിച്ചപ്പോൾ ലിൻസെ ഗ്രഹാമിനെ പോലെയുള്ള കടുത്ത ഇന്ത്യ വിരുദ്ധർ അസ്വസ്ഥരാകാൻ തുടങ്ങി. ഭാരതത്തെ സാമ്പത്തികമായി തകർക്കാൻ ലിൻസെ ഗ്രഹാം മെനഞ്ഞ തന്ത്രങ്ങൾ എന്തൊക്കെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. ഡൊണാൾഡ് ട്രംപ് ഭരണകൂടം അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് മറ്റ് രാജ്യങ്ങൾ വലിയ നികുതി ചുമത്തുന്നു എന്ന പരാതി ഉന്നയിച്ചപ്പോൾ അതിനെ ഒരു സാമ്പത്തിക യുദ്ധമാക്കി മാറ്റാൻ ട്രംപിനെ ഉപദേശിച്ചത് ലിൻസെ ഗ്രഹാം ആയിരുന്നു. അമേരിക്കൻ ബൈക്കുകളായ ഹാർലി ഡേവിഡ്സന് ഇന്ത്യ നികുതി ഏർപ്പെടുത്തിയതിന് ട്രംപ് വിമർശിച്ചപ്പോൾ അതിനേക്കാൾ കടുത്ത നടപടികളിലേക്ക് കടക്കാൻ ഗ്രഹാം വാദിച്ചു. ഇന്ത്യൻ IT മേഖല, ഫാർമസ്യൂട്ടിക്കൽസ്, വസ്ത്രവ്യാപാരം എന്നിവയെ ലക്ഷ്യമിട്ടുകൊണ്ട് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾക്ക് മേൽ 500% വരെ ഇമ്പോർട്ട് താരിഫ് ചുമത്തണമെന്നാണ് ഇയാൾ പരസ്യമായി ആവശ്യപ്പെട്ടത്. ഭാരതത്തെ എങ്ങനെയെങ്കിലും ഒരു പാഠം പഠിപ്പിക്കണം എന്നതായിരുന്നു ഇയാളുടെ കടുത്ത നിലപാട്. എന്നാൽ ആഗോള വിപണിയിൽ ഇന്ത്യയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് മനസ്സിലാക്കാതെയുള്ള വെറും ഒരു അഹങ്കാരം മാത്രമായിരുന്നു അത്. അമേരിക്കയുടെ ഭീഷണികൾക്ക് മുന്നിൽ ഇന്ത്യയുടെ വിപണി തകരില്ലെന്ന് ഭാരതം പ്രവൃത്തിയിലൂടെ തന്നെ തെളിയിച്ചു കാണിച്ചു. റഷ്യ യുക്രൈൻ യുദ്ധകാലത്താണ് ലിൻസെ ഗ്രഹാമിന്റെ ഭാരതത്തോടുള്ള വിരോധം അതിൻ്റെ ഉച്ചയിലെത്തിയത്. അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും റഷ്യയ്ക്കുമേൽ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളൊക്കെ ഏർപ്പെടുത്തിയപ്പോൾ ഭാരതം അതിനെയെല്ലാം കാറ്റിൽ പറത്തി സ്വന്തം ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ ഇന്ധനം ലഭ്യമാക്കാൻ ഭാരതം റഷ്യയിൽ നിന്നും വൻതോതിൽ ക്രൂഡ് ഓയിൽ വാങ്ങിക്കൂട്ടി. പാശ്ചാത്യ രാജ്യങ്ങളുടെ സമ്മർദ്ദങ്ങൾക്ക് മുന്നിൽ ഭാരതത്തിന്റെ വിദേശകാര്യമന്ത്രി ഡോക്ടർ S ജയശങ്കർ നൽകിയ മറുപടികൾ ആഗോളതലത്തിൽ ശ്രദ്ധേയമായിരുന്നു. യൂറോപ്പ് ഒരൊറ്റ രാത്രി കൊണ്ട് വാങ്ങുന്ന അത്രയും എണ്ണ പോലും ഇന്ത്യ ഒരു മാസം കൊണ്ട് റഷ്യയിൽ നിന്ന് വാങ്ങുന്നില്ലെന്ന കൃത്യമായ കണക്കുകൾ നിരത്തിക്കൊണ്ടാണ് ഇന്ത്യ പാശ്ചാത്യൻ ഇരട്ടത്താപ്പിനെ പൊളിച്ചെടുക്കിയത്. മരണത്തിന് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് നടത്തിയ അഭിമുഖങ്ങളിൽ പോലും റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങുന്ന ഇന്ത്യയെ കഠിനമായി ശിക്ഷിക്കണമെന്ന് ഗ്രഹാം ആക്രോശിച്ചിരുന്നു. എന്നാൽ ഭാരതത്തിന്റെ തന്ത്രപരമായ നയതന്ത്ര വിജയങ്ങൾക്ക് മുന്നിൽ ലിൻസെ ഗ്രഹാമിന്റെ ഭീഷണികൾ വെറും ജലരേഖയായി മാറി. ഇനി നമുക്ക് ലിൻസെ ഗ്രഹാമിന്റെ മരണത്തിലേക്ക് വരാം. മരണത്തിന് തൊട്ടു തലേ ദിവസം വരെ ഇയാൾ ഉക്രൈൻ സന്ദർശനത്തിലായിരുന്നു. അമേരിക്കയിലെ വൻകിട ആയുധ ലോബികളും വ്യവസായികളും ഉൾപ്പെടുന്ന ഡീപ് സ്റ്റേറ്റ് ഗ്രൂപ്പുകളുമായി ഇയാൾക്ക് അടുത്ത ബന്ധമുണ്ടായിരുന്നുവെന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ട്രംപിന്റെ വിദേശകാര്യ പ്രതിരോധ നയങ്ങളെ പിന്നിൽ നിന്നും നിയന്ത്രിച്ചിരുന്ന പ്രധാന ബുദ്ധി കേന്ദ്രവും ഗ്രഹാമായിരുന്നു.
അങ്ങനെയുള്ളൊരു വ്യക്തി ട്രംപുമായി ഫോണിൽ സംസാരിച്ച് തൊട്ടടുത്ത ദിവസം തന്നെ പെട്ടെന്ന് മരണപ്പെടുന്നത് വെറും ഒരു സ്വാഭാവിക മരണം മാത്രമാണോ എന്ന ചോദ്യം അമേരിക്കൻ രാഷ്ട്രീയത്തിൽ തന്നെ ഉയർന്നു വരുന്നുണ്ട്. ട്രംപിന്റെ നയങ്ങളെയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ നീക്കങ്ങളെയും തകർക്കാൻ ആഗ്രഹിക്കുന്ന ശത്രുക്കൾ അദ്ദേഹത്തിന്റെ ഏറ്റവും വിശ്വസ്തനായ ഉപദേശകരെ ഇല്ലാതാക്കിയതാണോ? അതോ ഉക്രൈൻ സന്ദർശനത്തിനിടയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള തന്ത്രപരമായ നീക്കങ്ങൾ നടന്നിട്ടുണ്ടോ? വരും ദിവസങ്ങളിൽ മാത്രമേ ഇതിന്റെ യഥാർത്ഥ വിവരങ്ങളൊക്കെ പുറത്തു വരൂ. എന്നാൽ കഠിനമായി ഇതിന്റെ അന്വേഷണം നടക്കുന്നുണ്ട്. ലിൻസേ ഗ്രഹാമിന്റെ അസാന്നിധ്യം വരാനിരിക്കുന്ന അമേരിക്കൻ രാഷ്ട്രീയത്തിലും ഇന്ത്യ-US ബന്ധങ്ങളിലും വലിയ രീതിയിലുള്ള മാറ്റങ്ങൾ വരുത്തുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. ട്രംപ് ഭരണകൂടത്തിൽ ഇന്ത്യക്കെതിരെ കടുത്ത സാമ്പത്തിക ഉപരോധങ്ങളും താരിഫുകളും കൊണ്ടുവരാൻ നിരന്തരം വാദിച്ചിരുന്ന ഏറ്റവും ശക്തമായ ശബ്ദമാണ് ഇതോടെ ഇല്ലാതായിരിക്കുന്നത്. ഒരാളുടെ മരണത്തിൽ നമ്മൾ സന്തോഷിക്കുന്നില്ല, അത് ഭാരതീയ സംസ്കാരവും അല്ല. പക്ഷേ ഭാരതത്തിന്റെ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കാൻ നോക്കിയ ഒരു വലിയ പ്രതിബന്ധം ആഗോള രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ നീക്കം ചെയ്യപ്പെട്ടിരിക്കുന്നു എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. ഇന്ന് ഭാരതം ലോകത്തിലെ 5ാമത്തെ വലിയ സാമ്പത്തിക ശക്തിയാണ്. ചൈനയെ പ്രതിരോധിക്കാൻ അമേരിക്കയ്ക്ക് ഇന്ന് ഇന്ത്യയുടെ സഹായം അത്യാവശ്യമാണ്. അതുകൊണ്ട് തന്നെ ഇന്ത്യയെ പിണക്കിക്കൊണ്ട് മുന്നോട്ട് പോകാൻ അമേരിക്കയ്ക്ക് എന്തായാലും സാധിക്കില്ല. ലിൻസേ ഗ്രഹാമിനെ പോലെയുള്ള കടുത്ത നേതാക്കളുടെ അന്ത്യം US-ലെ ഭാരത സൗഹൃദ ശക്തികൾക്ക് കൂടുതൽ കരുത്ത് പകരും. ഭാരതത്തിന്റെ നയതന്ത്രം എപ്പോഴും വ്യക്തമാണ്. അത് സ്വന്തം രാജ്യത്തിന്റെ ജനങ്ങളുടെ സുരക്ഷയ്ക്കും ആഗോള സമാധാനത്തിനും വേണ്ടിയുള്ളതാണ്. ഭാരതത്തെ തകർക്കാൻ നോക്കിയ പല വിദേശ ശക്തികളും ചരിത്രത്തിന്റെ താളുകളിൽ ഇല്ലാതായിട്ടുണ്ടെങ്കിലും ഭാരതം ഇന്നും കൂടുതൽ കരുത്തോടെ മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. ലിൻസേ ഗ്രഹാമിന്റെ ഈ പെട്ടെന്നുള്ള മരണം ആഗോള രാഷ്ട്രീയത്തിൽ വരുത്തുന്ന മാറ്റങ്ങളപ്പോൾ എന്തൊക്കെയായിരിക്കും? ഇന്ത്യ-US ബന്ധങ്ങളിൽ ഇനി എന്ത് മാറ്റമാകും ഉണ്ടാവുക? നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ തീർച്ചയായും താഴെ കമന്റ് ചെയ്യുക. കൂടുതൽ അന്താരാഷ്ട്ര വിശകലനങ്ങൾക്കായി നമ്മുടെ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും എത്തും വരെ നന്ദി.